ടോക്ക് ഓഫ് ഡീക്കേഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഫ്ലോറിഡയിൽ 20 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ക്രൂര കൊലപാതകത്തിൻ്റെ കഥ. 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് തോന്നിയ സംശയം അന്ന് പോലീസ് ചെവികൊണ്ടിരുന്നില്ല. എന്നാൽ 24 വർഷങ്ങൾക്ക് ശേഷം ഒരു കൊടും ക്രൂരതയുടെ ചുരുളഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് ടോക്ക് ഓഫ് ഡീക്കേഡ്സ് പറയാൻ പോകുന്നത്. 1993 ഫ്ലോറിഡയിൽ ആണ് ഈ ക്രൈം നടക്കുന്നത്. ഫ്ലോറിഡയിൽ 3 ബെഡ്റൂമുകൾ ഉള്ള ഒരു കൊച്ചു വീട്ടിലാണ് മൈക്കിളും അയാളുടെ ഭാര്യയായ ബോണിയും അവരുടെ 4 വയസ്സ് മാത്രം പ്രായമുള്ള ആരോണും താമസിച്ചിരുന്നത്. ഒരു ദിവസം അവരുടെ വീട്ടിൽ നിന്ന് മൈക്കിളിൻ്റെ ഭാര്യയായ ബോണി അപ്രത്യക്ഷമാകുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം ഒരു ക്രൂരനായ സൈക്കോ കില്ലറുടെ മുഖംമൂടി വലിച്ചു കീറിയിരിക്കുകയാണ് ആരോൺ എന്ന യുവാവ്. 20 വർഷങ്ങൾക്കിപ്പുറം തികച്ചും ആകസ്മികമായാണ് ആരോൺ തന്റെ അമ്മയുടെ ഘാതകൻ അച്ഛൻ തന്നെയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത്. അപ്രതീക്ഷിത തിരോധാനം തളർത്തിയ ആ 4 വയസ്സുകാരന് ഇപ്പോൾ തന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. 4 വയസ്സുവരെ ഫ്ലോറിഡയിൽ 3 കിടപ്പുമുറികളുള്ള ഒരു കൊച്ചു വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു ആരോണിന്റെ താമസം. 1993 ഈ സംഭവം നടക്കുന്നത്. ആരോണിന്റെ മാതാവ് ബോണിയെ പെട്ടെന്നൊരു ദിവസം കാണാതാകുന്നു. ആരോണിന്റെ പിതാവ് മൈക്കിൾ പോലീസിൽ പരാതി നൽകിയതിനാൽ നിരവധി അന്വേഷണങ്ങൾ നടന്നെങ്കിലും ബോണിയെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. അതോടെ സ്വർഗതുല്യമായിരുന്ന ആ വീട്ടിൽ ആരോൺ തനിച്ചായി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോടും ബന്ധുക്കളോടും 4 വയസ്സുള്ള ആരോൺ തന്റെ അമ്മയെ പിതാവ് മൈക്കിൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഒരു 4 വയസ്സുകാരന്റെ വാക്കുകളെ അന്ന് ആരും വിശ്വാസത്തിലെടുത്തില്ല. മൈക്കിളിനെതിരെ ഒരു തെളിവുകൾ പോലും ആർക്കും ലഭിച്ചിരുന്നില്ല. അമ്മയുടെ അപ്രതീക്ഷിത തിരോധാനത്തിന് ശേഷം ആരോണും അച്ഛനും വീട് വിറ്റ് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറി. ബോണിയെ കണ്ടെത്താനായി ഒരുപാട് അന്വേഷണങ്ങൾ പോലീസ് നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കേസ് പതിയെ തേഞ്ഞുമാഞ്ഞുപോയി. ആയതിനാൽ ബോണി ഒരു ദുരൂഹതയായി മാറിക്കഴിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കൾക്കൊപ്പം സന്തോഷമായി കഴിഞ്ഞിരുന്ന ആ വീട് ആരോൺ വിലക്ക് വാങ്ങുകയായിരുന്നു. ആരോൺ വീട് പുതുക്കി പണിയുന്നതിനിടയിലാണ് 20 വർഷം മുമ്പ് മറച്ചുവെക്കപ്പെട്ട ആ രഹസ്യം പുറത്തറിയുന്നത്. വീടിന് പുറകുവശത്തായിരുന്ന നീന്തൽക്കുളമാണ് ആദ്യം അവർ പൊളിച്ചു തുടങ്ങിയത്. പുറത്തേക്കുള്ള ഷവറിന്റെ ഭാഗം പൊളിച്ചപ്പോൾ ഒരു വലിയ കോൺക്രീറ്റ് സ്ലാബിൽ മണ്ണുമാന്തി യന്ത്രം ഉടക്കി നിന്നു. ഇത് ഉയർത്തി നോക്കിയപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ എന്തോ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടു. മറ്റെന്തോ വസ്തുവാകുമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പാതി തുറന്നു നോക്കിയപ്പോൾ ചുറ്റും കൂടി നിന്നവർ ഞെട്ടിത്തെരിച്ചു. പൊതി തുറന്നു നോക്കിയപ്പോൾ ഒരു തലയോട്ടിയും പല്ലുകളും അടങ്ങിയ അസ്ഥികളുമാണ് കണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ തന്റെ അമ്മയുടെ അവശിഷ്ടങ്ങളാണോ ഇതെന്ന് ആരോണിന് സംശയം തോന്നി. സംശയ നിവാരണത്തിനായി ആരോൺ കൂടുതൽ അന്വേഷണം നടത്തി. അസ്ഥികളും മറ്റും DNA ടെസ്റ്റിന് അയച്ചു. ഒടുവിൽ തലയോട്ടിയും പല്ലുകളും അവിടെ നിന്നു ലഭിച്ച അസ്ഥികളും തന്റെ അമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. അതോടുകൂടി അന്വേഷണം അവസാനിച്ചത് പിതാവ് മൈക്കിളിന്റെ അറസ്റ്റിലാണ്. മൈക്കിളിനെ വിചാരണ ചെയ്തതോടുകൂടി ബോണിയുടെ കൊലപാതകത്തിന്റെ ഭയാനകമായ വിവരങ്ങൾ പുറത്തുവന്നു. മൈക്കിൾ ബോണി ദമ്പതികൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറികൾ ഉണ്ടാകാറുണ്ടായിരുന്നു. മൈക്കിളിന്റെ ബന്ധുവിന്റെ കമ്പനിയിലായിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്നത്. മൈക്കിൾ കമ്പനി മാനേജറും ബോണി അക്കൗണ്ടന്റുമായിരുന്നു. ഒരു ഘട്ടത്തിൽ മൈക്കിളിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ബോണിയെ ശാരീരികമായി ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. കഥകിനിടയിൽ കൈകൾ വെച്ച് അമർത്തുകയും നഖങ്ങളിൽ മുറിവേൽപ്പിക്കുകയും വരെ ചെയ്തുകൊണ്ടിരുന്നു. മൈക്കിളിന്റെ പീഡനം സഹിക്കാനാവാതെ എല്ലാം ഉപേക്ഷിച്ച് മകനെയും കൊണ്ടുപോകാൻ ബോണി തയ്യാറെടുക്കുകയായിരുന്നു. ഇതിനായി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി ബോണി അതിൽ രഹസ്യമായി പണം നിക്ഷേപിച്ചിരുന്നു. മൈക്കിൾ ബിസിനസ് ആവശ്യത്തിനായി ഒരു യാത്ര പോയ സമയം നോക്കി രക്ഷപ്പെടാൻ ബോണി ശ്രമം നടത്തി. ഇത് മൈക്കിൾ അറിഞ്ഞതിനെ തുടർന്നുണ്ടായ കലഹം ബോണിയുടെ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. തന്നോട് വഴക്കിട്ട് ബോണി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാണ് മൈക്കിൾ ബന്ധുക്കളെ വിശ്വസിപ്പിച്ചിരുന്നത്. ഫ്ലോറിഡയിൽ 20 വർഷങ്ങൾക്കിപ്പുറം ഒരു ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞിരിക്കുകയാണ്. 4-ാം വയസ്സിൽ തോന്നിയ സംശയം 24-ാം വയസ്സിൽ സത്യമായിരുന്നുവെന്ന് അറിഞ്ഞ ഞെട്ടലിലാണ് ആരോൺ എന്ന യുവാവ്.